കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും ബജറ്റ് ചർച്ചകൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ വില കൂടുന്നതും കുറയുന്നതുമായ സാധനങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. വില കുറയുന്നവയുടെ കണക്കെടുക്കുമ്പോൾ അർബുദ രോഗികൾക്കുള്ള മരുന്നുകൾ, സൗരോർജ്ജ പാനൽ, വൈദ്യവാഹനങ്ങളുടെ ബാറ്ററി, കായിക ഉപകരണങ്ങൾ, മൈക്രോവേവ് ഓവൻ, തുകലുൽപ്പന്നങ്ങൾ എന്നിവയാണ്. എന്നാൽ മദ്യം, സിഗരറ്റ്, ഡിജിറ്റൽ ക്യാമറ, വീഡിയോ ഗെയിംസ് ആൻഡ് സോഫ്റ്റ്വെയർ, മുതിർന്നവരുടെ ഡയപ്പറുകൾ, ആഡംബര വാച്ചുകൾ എന്നിവയ്ക്ക് വില കൂടും. ഇതിനെല്ലാം പുറമെയുള്ള മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ നോക്കാം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. പുതുതായി 7 അതിവേഗ റെയിൽ ഇടനാഴികൾ. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് ശിക്ഷ പിഴ മാത്രമാക്കും എന്ന പ്രഖ്യാപനം. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷയെന്നും ധനമന്ത്രി. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും. എയർക്രാഫ്റ്റ് ഭാഗങ്ങൾക്ക് നികുതി ഒഴിവാക്കി. വിദേശത്ത് സ്വത്ത് വെളിപ്പെടുത്താൻ 6 മാസം വരെ സമയം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്ക് 1.4 ലക്ഷം കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് നൽകും. പുതിയ അക്കാഡമിക് സെന്ററുകൾ സ്ഥാപിക്കും. 5 സർവകലാശാല ടൗൺഷിപ്പുകൾ സ്ഥാപിക്കും. വിദേശയാത്രയുടെ നികുതി 5-ൽ നിന്ന് 2% വിദേശയാത്ര ചെലവ് കുറയും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5-ൽ നിന്ന് 2% കായിക മേഖലയ്ക്കായി മേഖല ഇന്ത്യ മിഷൻ. സ്പോർട്സ് ഉപകരണ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി. വനിതാ സംരംഭകർക്കായി ഷീമാർട്ട് പദ്ധതി. ഗ്രാമങ്ങളിലെ വനിതകളുടെ സംരംഭങ്ങൾക്ക് സഹായം. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ജമ്മു കാശ്മീരിലും അന്താരാഷ്ട്ര ട്രക്കിംഗ് കേന്ദ്രങ്ങൾ. മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതി എന്നിവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ.